മോദി കെട്ടിപ്പടുത്ത ചീട്ട് കൊട്ടാരമാണ് പെഹൽഗാമിലെ ഭീകര ആക്രമണത്തിൽ പൊളിഞ്ഞു വീണത്. മുൻപ് ഭാരത് ജോഡോ യാത്രയിൽ ശ്രീനഗറിലൂടെ സഞ്ചരിച്ച രാഹുൽ ഗാന്ധിയോട് അമിത്ഷാ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് സമാധാനത്തോടെ നടക്കാൻ കഴിയില്ലേ? അതിന് കാരണം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്രത്തിന്റെ മിടുക്കാണെന്ന്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വെടിയുണ്ടയുടെ ശബ്ദമെങ്കിലും കേൾക്കാത്തത് കേന്ദ്രത്തിന്റെ ഗുണമാണെന്ന് വീമ്പ് പറഞ്ഞ അതേ അമിത്ഷായുടെ നെഞ്ചത്തേറ്റ ഇടിയായിരുന്നു ഈ ആക്രമണം. മോദി കെട്ടിയ കവചം പൊളിച്ച ഭീകരർ ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്നപ്പോൾ എവിടെ പോയി ഇവരുടെ മികച്ച ഭരണ സംവിധാനം, സുരക്ഷാ സംവിധാനം? അവസാനം സർവകക്ഷി യോഗത്തിൽ കേന്ദ്രം തുറന്നു സമ്മതിച്ചു സുരക്ഷാ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന്. ആഭ്യന്തരമന്ത്രിയുടെ പിടിപ്പുകേടാണെന്ന് സർവകക്ഷി യോഗം തറപ്പിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായെ വളഞ്ഞത്. 26 സിവിലിയന്മാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിൽ വീഴ്ച സമ്മതിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ശാസ്ത്രവും യുക്തിയും ഇത്രയും വളർന്നിട്ടും വേദലോകത്ത് ജീവിക്കുന്നവർ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് മനസ്സിലാക്കി തരികയാണ്. സമീപ വർഷങ്ങളിൽ കാശ്മീരിൽ ബിസിനസ്സും ടൂറിസവും അടക്കം എല്ലാം നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നും പഹൽഗാം ആക്രമണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്. സുരക്ഷയ്ക്കും സൈന്യത്തിനും വേണ്ടി ചിലവാക്കേണ്ട തുകയേക്കാൾ ഇരട്ടി അമ്പലങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും പള്ളികൾക്കെതിരെ ഹർജി കൊടുക്കാനും തൂങ്ങിയതിന്റെ പരിണിത ഫലമാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയുമോ? കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു സർവകക്ഷി യോഗം ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ യോഗത്തിൽ അണിനിരന്നപ്പോൾ അവിടെ മോദി ഉണ്ടായില്ല. യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. അവിടെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സുരക്ഷയ്ക്കല്ല അധികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഘടകം. ബീഹാർ തിരഞ്ഞെടുപ്പിനേക്കാൾ വലുതല്ല മോദിക്ക് രാജ്യത്തിന്റെ സുരക്ഷ. സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാം അമിത്ഷായുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയുകയാണ് മറ്റ് കേന്ദ്രമന്ത്രിമാർ. സംസ്ഥാനത്തെ പ്രധാനമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ NDA ഘടകകക്ഷിയായ JDU പ്രതിനിധിയും യോഗത്തിന് എത്തിയിരുന്നില്ല. ജമ്മു കാശ്മീർ ഭരിക്കുന്ന നാഷണൽ കോൺഫറൻസ് പ്രതിനിധിയും യോഗത്തിനെത്തിയില്ല. നാഷണൽ കോൺഫറൻസിനെ യോഗത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നതാണ് വിവരം. അങ്ങനെയായിരുന്നു ഈ ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അമിത്ഷാ ജമ്മു കാശ്മീരിലെത്തിക്കൊണ്ട് ഒരു യോഗം നടത്തിയിരുന്നു. അന്നും അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ ഒഴിവാക്കിയിരുന്നു. എന്തിനായിരുന്നു ആ ഒഴിവാക്കൽ എന്നതിന് ഇന്നും അമിത്ഷായ്ക്കോ ഈ കേന്ദ്ര സർക്കാരിനോ ഉത്തരം നൽകാനായിട്ടില്ല. ആക്രമണം നടന്ന സ്ഥലം പ്രധാന റോഡിലായിരുന്നില്ല. ആക്രമണം ഉണ്ടായ സ്ഥലത്ത് നിന്നും പ്രധാന റോഡിലേക്ക് എത്താൻ 2.5 മണിക്കൂറോളം വേണം. നടന്നോ കുതിരപ്പുറത്തോ മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. സമീപ വർഷങ്ങളിൽ താഴ്വരയിൽ കാര്യങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യമായിരുന്നു തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തിയത്. ഇത് തടയുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് ഇന്റലിജൻസ് ബ്യൂറോയും ആഭ്യന്തര മന്ത്രാലയവും നേതാക്കളെ അറിയിച്ചു. ആക്രമണമുണ്ടായ പെഹൽഗാമിലെ ബൈസരൺ താഴ്വര അമർനാഥ് യാത്രയുടെ സമയത്ത് മാത്രമാണ് തുറക്കാറുള്ളതെന്നും അത് സെൻസിറ്റീവ് മേഖലയാണെന്നുമാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഏപ്രിൽ 20-ന് ആരും അറിയാതെ താഴ്വരയിലേക്ക് പ്രവേശനം അനുവദിച്ചത് ആരാണെന്ന് AAP MP സഞ്ജയ് സിംഗ് ചോദിച്ചു. അപ്പോൾ ഏപ്രിൽ 20-ന് ആരും അറിയാതെ ഇത് എങ്ങനെ തുറന്നു? ഇതൊരു തമാശയാണോ? ആരുടെയെങ്കിലും അറിവില്ലാതെ 500 മുതൽ 1000 ആളുകൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? 20-ന് ഇത് തുറന്നതായി തീവ്രവാദികൾ അറിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് അറിയാതിരുന്നത്? സഞ്ജയ് സിംഗ് ചോദിച്ച ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. CRPF-നെ എന്തുകൊണ്ടാണ് പെഹൽഗാമിൽ വിന്യസിക്കാതിരുന്നതെന്ന് പ്രധാന ചോദ്യമാണ് ഭരണാധികാരികളോട് ചോദിക്കാനുള്ളത്. ജനുവരിയിൽ CRPF-നെ ഇവിടെ നിന്നും പിൻവലിച്ചത് എന്തുകൊണ്ടാണ്? ക്വിക്ക് റിയാക്ഷൻ ടീം ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്താൻ 1 മണിക്കൂറോളം സമയമെടുത്തത് എന്തുകൊണ്ട്? 2000-ൽ പെഹൽഗാമിൽ ഉണ്ടായ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു? ആക്രമണം അശാന്തി ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് ചോദ്യങ്ങളാണ് ഭരണകൂടത്തിന് നേരെ ഉയർന്നു വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സമാധാനത്തോടുള്ള ഒരു രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കാനാകട്ടെ.